ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിൽഹ്. പ്രിയപ്പെട്ടവരെ, ബദർ ദിനം നമ്മളിലേക്ക് അടുത്തല്ലോ. ബദർ യുദ്ധത്തെപ്പറ്റി ചെറിയ രൂപത്തിലെങ്കിലും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. എങ്കിലേ ബദർ മൗലിദ് കേൾക്കുമ്പോഴും ചൊല്ലുമ്പോഴും നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. മദീനയിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരമുള്ള ഒരു സ്ഥലമാണ് ബദർ. അവിടെ കിനാന അല്ലെങ്കിൽ ബനൂ ലംറ ഗോത്രക്കാരനായ ബദർ ബിനു യഖ്ലദ് ബിനു നളർ എന്നൊരാൾ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നത് കൊണ്ടാണ് ബദർ എന്ന പേര് ലഭിച്ചത്. ഒരു വ്യക്തിയുടെ നാമം ആ നാടിന് നൽകപ്പെട്ടു. ജനവാസം കുറഞ്ഞ ഗ്രാമമായിരുന്നു ബദർ. ഹിജറ 2-ാം വർഷം റമളാൻ മാസം 17-ന് നല്ല ചൂടുള്ള ഒരു വെള്ളിയാഴ്ചയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ യുദ്ധമായ ബദർ യുദ്ധം നടന്നത്. 300-ൽ പരം സ്വഹാബികൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തതായി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും കാണാം. ആയുധങ്ങളും മറ്റ് യുദ്ധ സാമഗ്രികളുമായി വന്ന 1000-ഓളം ശത്രുക്കളെ സ്വഹാബത്ത് നേരിട്ടതും ശത്രുപക്ഷത്തിൻ്റെ പല പ്രമുഖരും കൊല്ലപ്പെട്ടതും ഇസ്ലാമിന് വിജയം ലഭിച്ചതും ശ്രദ്ധേയമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ബദർ യുദ്ധം അനിവാര്യമായിരുന്നു. സ്വന്തം നാടും വീടും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് മദീനത്തേക്ക് പോന്ന ഒരു ജനതയെ അവിടെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽപ്പില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? അവസാനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും യുദ്ധം ചെയ്യേണ്ടി വന്നു. ബദർ യുദ്ധം നടന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ശഅബാൻ മാസത്തിലാണ് റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. പക്ഷേ ബദർ യുദ്ധവേളയിൽ മുത്തുനബിയും സ്വഹാബത്തും ഇസ്ലാം അനുവദിച്ച പ്രകാരം നോമ്പ് മുറിച്ചിരുന്നു. 1000-ഓളം വരുന്ന ശത്രുപക്ഷത്തോടൊപ്പം 600 അങ്കികളും 100 കുതിരകളും 700 ഒട്ടകങ്ങളും പാട്ടുപാടി നൃത്തം വെച്ച് ആവേശം കൊള്ളിക്കാൻ നർത്തകിമാരും കൂടണ്ടായിരുന്നു. മുസ്ലിം പക്ഷത്താണെങ്കിൽ 313 സ്വഹാബികളും 60 അങ്കികളും 2 കുതിരകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ശത്രുപക്ഷത്ത് നിന്ന് 70 പേര് കൊല്ലപ്പെടുകയും മുസ്ലിം പക്ഷത്ത് നിന്ന് 14 പേരും ഷഹീദായി. ബദരീങ്ങൾ ആദരിക്കപ്പെട്ടതുപോലെ അവരുടെ നാമങ്ങളും ആദരിക്കപ്പെട്ടതാണ്. അവരുടെ നാമങ്ങൾ എഴുതി വെക്കുന്നതും പാരായണം ചെയ്യുന്നതും വലിയ പുണ്യമുള്ള അമലാണ്. വല്ല വ്യക്തിയും സ്വന്തം ശരീരത്തിൻ്റെയോ വീടുകളിലോ ചരക്കുകളിലോ കടകളിലോ അസ്മാഉൽ ബദർ എഴുതി വെച്ചാൽ അത് മുഖേന അല്ലാഹുവിൻ്റെ കാവലും സർവ്വ വിഷമങ്ങളിൽ നിന്നും അവൻ അല്ലാഹു മുക്തിയും നൽകുന്നതാണെന്ന് ഇമാമുകൾ ഉദ്ധരിച്ചതായി കാണാം. പ്രമുഖ സ്വഹാബി വനിത ബീവി റുബയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ വിവാഹ ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് എൻ്റെ വീട്ടിൽ ചില പെൺകുട്ടികൾ ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ പേരുകൾ പറഞ്ഞ് ബദർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഇത് നിർത്തി മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങി. അതിലൊരു പെൺകുട്ടി ഇങ്ങനെ പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്ന് തുടങ്ങുന്ന വരി ആ കുട്ടി പാടി. ഇത് കേട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയം ഇങ്ങനെ പറഞ്ഞു, എന്നെ പറ്റിയുള്ള കാവ്യം നീ ഉപേക്ഷിക്കുക, ആദ്യം ആലപിച്ചത് തന്നെ തുടരുക. ബദർ ശുഹദാക്കളുടെ കാവ്യം ആലപിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അത് നിർത്താൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടികളോട് ആവശ്യപ്പെട്ടത്. എല്ലാ വർഷവും റമളാൻ 17 വരുമ്പോൾ മുസ്ലിങ്ങൾ ബദർ ദിനം ആചരിക്കുന്നു. ഈ ദിനം ബദർ മൗലിദും യാസീനും ഓതി ഭക്ഷണം വിതരണം നടത്തുന്ന ചര്യ നൂറ്റാണ്ടുകളായി നിലനിന്ന് പോരുന്ന ഒരു സദാചാരമാണ്. ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ് തവസ്സുലാക്കി ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികൾ ബദർ പാട്ടും മൗലിദും വീട്ടിലും പള്ളികളിലും നടത്തുകയും ഭക്ഷണം കൊടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ബദർ ആണ്ട് നേർച്ച നടത്തലും അതിലേക്ക് വസ്തുക്കൾ നേർച്ചയാക്കലും പുണ്യകരമായ കാര്യമാണ്. അതാത് നാട്ടിലെ പതിവും വഴക്കവുമാണ് പരിഗണിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ കാവൽ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റിത്തരുമാറാവട്ടെ. നമ്മളുടെ രോഗങ്ങളൊക്കെ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ.